അഡോൾഫ് ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഏകാധിപതി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കുരുതി കൊടുത്ത ഹിറ്റ്ലറുടെ മരണത്തെ ചൊല്ലി പല വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട്. ഇത്രയും ധീരനായ ഒരു നേതാവ് തോൽവി ഭയന്ന് ആത്മഹത്യ ചെയ്യുമോ എന്നാണ് ചിലരുടെ യുക്തിപരമായ ചോദ്യം. എന്നാൽ ഹിറ്റ്ലറുടെ ആത്മഹത്യക്ക് കാരണം തോൽവിയെ തുടർന്നുള്ള ഭയമല്ലെന്നും അദ്ദേഹം ഒരു മാരക രോഗത്തിന് അടിമയാണെന്നുമാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ തെളിവുകൾ. സ്കൂൾ പ്രോജക്റ്റിനായി കുടുംബ വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടയ്ക്ക് ഹിറ്റ്ലറുടെ 10 വർഷത്തോളം ചികിത്സിച്ച ഡോക്ടർ കാൾ ഓട്ടോ വോൺ ഐക്കൻ തൻ്റെ ബന്ധുവിനയച്ച കത്തുകളാണ് അയാളുടെ പൗപുത്രൻ കണ്ടെത്തിയത്. പ്രസംഗത്തിലൂടെ ഒരേ സമയം ലോകത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുകയും മറ്റൊരു വിഭാഗം ജനങ്ങൾക്ക് സ്വീകാര്യനാകുകയും ചെയ്ത ഹിറ്റ്ലർ തൻ്റെ ശബ്ദത്തിന് പ്രത്യേക പരിഗണന നൽകിയിരുന്നു. 1935 മെയ്യിലെ തൻ്റെ ആദ്യ സന്ദർശനത്തിൽ തന്നെ ഹിറ്റ്ലർ തൻ്റെ രോഗത്തെപ്പറ്റിയുള്ള ആശങ്കകൾ പങ്കിട്ടുവെന്ന് കത്തിൽ പരാമർശിക്കുന്നു. ഇഫ് ദെയർ ഈസ് സംതിങ് ബാഡ് ഐ അബ്സല്യൂട്ട്ലി ഹാവ് ടു നോ എന്നായിരുന്നു ഹിറ്റ്ലറിൻ്റെ വാക്കുകൾ. ഒരു സുപ്രധാന പ്രസംഗം കഴിയുന്നതുവരെ പോളിപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ മാറ്റിവെക്കപ്പെട്ടുവെന്നും ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തൻ്റെ ശബ്ദത്തിന് വിശ്രമം വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതായും കത്തിൽ പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇത്രയധികം ആളുകളെ കൊന്നൊടുക്കിയ ഒരു മനുഷ്യനെ ഒരു പതിറ്റാണ്ട് ചികിത്സിച്ചിട്ടും എന്തുകൊണ്ട് അയാളെ കൊന്നില്ല എന്ന റഷ്യൻ ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് ഐക്കന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ഐ വാസ് ഹിസ് ഡോക്ടർ, നോട്ട് ഹിസ് മർഡറർ. ജർമ്മൻ ചരിത്ര വിദഗ്ധനായ ബ്രിട്ടീഷ് ചരിത്രകാരൻ റിച്ചാർഡ് ജെ ഇവൻസ് പ്രസിദ്ധീകരിക്കാത്ത കത്തുകളുടെ വിശ്വാസ്യത പരിശോധിച്ച് ഉറപ്പുവരുത്തി.